ഡിസംബർ മാസത്തിൽ ഭിന്നശേഷിക്കാർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും സമൂഹത്തിലും സഭയിലുമുള്ള അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്ന് ഫ്രാൻസിസ് പാപ്പ. പോപ്സ് വേൾഡ് വൈഡ് പ്രയർ നെറ്റ്വർക്കാണ് പാപ്പയുടെ ഡിസംബർ മാസത്തിലെ പ്രാർത്ഥനാ നിയോഗം പുറത്തുവിട്ടിരിക്കുന്നത്. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ വിഭാഗമാണ് ഭിന്നശേഷിക്കാർ. അതിനാൽ അവരെ പ്രത്യേകം പരിഗണിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് ഇന്നിന്റെ ആവശ്യമാണെന്ന് ഫ്രാൻസിസ് പാപ്പ 2 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി. ഭിന്നശേഷിക്കാരുടെ സജീവ പങ്കാളിത്തം സമൂഹത്തിലും സഭയിലും ഉറപ്പുവരുത്തണമെന്നും പാപ്പ നിർദ്ദേശിച്ചു. ഇവർ സമൂഹത്തിൽ തിരസ്കരണം അനുഭവിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കിയ പാപ്പ അതുമൂലം പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതായും വ്യക്തമാക്കി. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തുറവിയുള്ള ഒരു ഹൃദയം അനിവാര്യമാണെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. ഭിന്നശേഷിക്കാർക്ക് വിദ്യാഭ്യാസവും തൊഴിലും നൽകാനും അവരുടെ ക്രിയാത്മക കഴിവുകൾ വികസിപ്പിക്കാനും സമൂഹം തയ്യാറാകണം. നമ്മുടെ മനോഭാവത്തിൽ ചെറിയൊരു മാറ്റം വരുത്തുക വഴി ഭിന്നശേഷിക്കാരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ സമൂഹത്തിലും സഭയിലും സാധ്യമായ ഇടങ്ങളിലെല്ലാം ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു. പ്രാദേശിക സഭ എന്നറിയപ്പെടുന്ന ഇടവക ദൈവാലയങ്ങൾ ഇതിനായി കാര്യക്ഷമമായി പരിശ്രമിക്കണമെന്നും ഭിന്നശേഷിക്കാരെ ഇടവകയുടെ അവിഭാജ്യ ഘടകമായി കരുതണമെന്നും പാപ്പ നിർദ്ദേശിച്ചു. നമ്മളിൽ ഒരാൾ എന്ന നിലയിൽ വേണം ഭിന്നശേഷിക്കാരെ കണക്കാക്കാനെന്നും അത്തരമൊരു മനോഭാവം തന്നെ മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരാൻ പര്യാപ്തമാണെന്നും പാപ്പ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിഗ്ന ന്യൂസ്.